ഇന്നത്തെ സ്പെഷ്യൽ ലഡു. വിനായക ചതുർത്ഥിയൊക്കെ അല്ലേ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്യണം. കുക്കിംഗ് എൻ്റെ പാഷനാണ്, ബട്ട് ഐ എം ലിറ്റിൽ ലേസി. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയായിട്ട് എന്ത് റെസിപ്പി ഉണ്ടാക്കാം. എൻ്റെ തന്നെ പരീക്ഷണത്തിൽ ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ലെറ്റ്സ് മേക്ക്. ഒരു ബൗളിൽ ഒരു 10 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു മാവ് പാക്കി എടുക്കണം. മാവ് പരുവെന്ന് പറയുമ്പോൾ അധികം ലൂസായിട്ടോ അധികം ടൈറ്റായിട്ടോ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. എന്നിട്ട് ഒരു അടി കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. 10 ടേബിൾ സ്പൂണോളം കടലപ്പൊടിക്ക് 5-6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയാണ് നമ്മൾ പണി വരുന്നത്. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി നല്ല തിക്കായിട്ട് കിട്ടണം. ഈ ഒരു പരിവാകുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഒരു കരണ്ടിയോളം വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം ഈ വെളിച്ചെണ്ണ ഈ മാവിലേക്ക് നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയാൽ. ഇനി നമുക്ക് ഉണക്കമുന്തിരി റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ഇതേ ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറുത്ത ഉണക്കമുന്തിരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളത് വാങ്ങി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഈ ഉരുള നമുക്ക് കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ചിരകിയ തേങ്ങയും പഞ്ചസാരയുമായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കും. ഓരോ ഉരുളകളും നമ്മൾ ഈ തേങ്ങ പഞ്ചസാരയുമായിട്ടുള്ള മിക്സറിൽ പുരട്ടിയെടുത്താൽ മതി. ഇളക്കി കൊടുക്കുന്ന കാര്യം ഒഴിച്ച് വേറൊരു തരത്തിലുള്ള കഷ്ടപ്പാടുകൾ വരുന്നില്ല. ലഡു തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നടക്കാത്ത കാര്യമായിട്ട് തോന്നും. പക്ഷെ ഇത് നടക്കും. നമ്മുടെ ഈസി ലഡു ഇത് തയ്യാറായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.